രോഗശാന്തിക്കായിട്ടുള്ള വഴിപാട് അഥവാ പൂജകൾ എന്തൊക്കെയാണ് എന്നാണ്. അതിനെപ്പറ്റിയുള്ള ശ്ലോകം പറയുന്നത് തന്നെ തീവ്രജ്വരേ തീവ്രതരാഭിചാരേ സോന്മാദകേ ദാഹഗതേ ച മോഹേ കരോതു ശാന്തിം എന്നാണ്. സഞ്ജീവനിം ചാഷ്ടസഹസ്രസംഖ്യാം. തീവ്രജ്വരം, കഠിനമായ പനി അല്ലെങ്കിൽ അതികഠിനമായ ശരീരക്ലേശം, രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സഞ്ജീവനി മന്ത്രം ചൊല്ലി 8000 സംഖ്യ ഹോമം നടത്തുന്ന ഒരു പ്രത്യേക പൂജാകർമ്മമുണ്ട്. അതിന് മഹാമൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ കൂട്ടുമൃത്യുഞ്ജയ ഹോമം എന്ന് പറയും. ലഘുമൃത്യുഞ്ജയ ഹോമം വേറെയുണ്ട്. ഇത് മഹാമൃത്യുഞ്ജയം അല്ലെങ്കിൽ കൂട്ടുമൃത്യുഞ്ജയം എന്നറിയപ്പെടുന്ന ചടങ്ങാണ്. തീവ്രമായ ജ്വരം, തീവ്രജ്വരേ തീവ്രതരാഭിചാരേ സോന്മാദകേ ദാഹഗതേ ച മോഹേ. തീവ്രമായ ജ്വരം ബാധിക്കുമ്പോഴോ തീവ്രമായ കർമ്മദോഷങ്ങൾ ബാധിക്കുമ്പോഴോ കടുത്ത മനക്ലേശങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം സഞ്ജീവനി മന്ത്രം ചൊല്ലി 8000 സംഖ്യ ഹോമം നടത്തുന്നത് അത്യന്ത വിശിഷ്ടമായ ഒരു കർമ്മമാണ്. ഏതാണ് ഈ സഞ്ജീവനി മന്ത്രം? രാമായണത്തിൽ മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് രാമലക്ഷ്മണന്മാർ മോഹാലസ്യപ്പെട്ട് കിടക്കുമ്പോൾ ഹനുമാൻ മരുത്വാമല അതേപടി അടർത്തിയെടുത്തുകൊണ്ട് വരും. അതിലാണ് സന്താനകരണി, വിശല്യകരണി തുടങ്ങിയ ഔഷധ ചെടികളുള്ളത്. ആ ഔഷധ ചെടികൾ പറിച്ചെടുത്ത് ശുക്രാചാര്യരെ കൊണ്ട് മൃതസഞ്ജീവനി മന്ത്രം ജപിപ്പിച്ച് ചെയ്യുന്ന പ്രയോഗത്തിലാണ് രാമലക്ഷ്മണന്മാർ പുനരുജ്ജീവിക്കുന്നത്. അത് ഭഗവാൻ ശ്രീ മഹാദേവൻ്റെ ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് സഞ്ജീവനി രുദ്രമന്ത്രം. അതിൻ്റെ പ്രയോഗം പൂർണ്ണമായ തോതിലുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ശിവക്ഷേത്രത്തിൽ പുറകിൽ വിളക്ക്, വെള്ളച്ചോറ് നിവേദ്യം, മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി, ഇവ 12 ദിവസം തുടർച്ചയായിട്ട് നടത്തുന്നത് രോഗശാന്തിക്ക് ഏറ്റവും നല്ലതാണ്.